യാത്രാക്ലേശം പരിഹരിക്കാൻ ഏത് വണ്ടി വന്നാലും മതി. കൃത്യമായി പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഒരു ചുമന്ന വണ്ടി കൊണ്ടിട്ട് അതിനും കാശില്ലാതാക്കി രണ്ടുപേരും നശിക്കും. അത് വേണം. KSRTC ഓടാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഓടാൻ വേണ്ടിയിട്ടാണ് പ്രൈവറ്റുകാർക്ക് വേണ്ടി റൂട്ട് ഫോർമുലേറ്റ് ചെയ്യുന്നത് കേരളം മുഴുവൻ. അപ്പോൾ വണ്ടി മതി. നമുക്ക് ചുവന്ന വണ്ടി തന്നെ പോകണം നിർബന്ധമില്ല. ഏതെങ്കിലും വണ്ടി പോയാൽ മതി. രണ്ടും കൂടി KSRTC ഇത് കൂടി അയാൾ നശിക്കും. ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്താൽ അയാൾ നശിക്കും, അയാളങ്ങ് പോകും. KSRTC ഇടും, അത് നശിക്കും, അവരും അങ്ങ് പോകും. വീണ്ടും പഴയ പടിയെ. അപ്പോൾ കുന്നല അരിമുക്ക് റോഡിലൊന്നും വണ്ടിയില്ലായിരുന്നു. കുന്നല അരിമുക്ക് കറവൂര് വഴി അച്ചൻകോവിലേക്ക് ഒരു വണ്ടി വന്നപ്പോൾ രണ്ട് ബസ്സുണ്ട്. അത് മതിയണ്ട. അതിനിടയിൽ കൂടെ ചുമന്ന വണ്ടി കൊണ്ടാക്കത്തില്ല. പ്രൈവറ്റുകാരുമായി മത്സരിച്ച് നശിക്കേണ്ട കാര്യം. യാത്രാക്ലേശം പരിഹരിക്കാൻ ഏത് വണ്ടി വന്നാലും മതി. കൃത്യമായി പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതിനിടയിൽ കൂടെ ഒരു ചുമന്ന വണ്ടി കൊണ്ടിട്ട് അതിനും കാശില്ലാതാക്കി രണ്ടുപേരും നശിക്കും. അത് വേണം. യാത്രാക്ലേശം മാറും. ഇനി കുറച്ചുകൂടെ വണ്ടികൾ വരും. അതുകൊണ്ട് ചില ബസ്സുകൾ ഞായറാഴ്ച ഓടാറില്ല. പിന്നെ സ്കൂൾ കുട്ടികൾക്കോ സാധാരണക്കാർക്കൊന്നും ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഒരു വണ്ടിയും കട്ട് ചെയ്തു. 4 ലക്ഷം കിലോമീറ്ററാണ് കുറച്ച്. 4 ലക്ഷം കിലോമീറ്ററിൻ്റെ വെറുതെ ഓട്ടം കുറച്ച് പറയും. അപ്പോൾ എത്ര 1 കോടി രൂപയുടെ ഡീസലാണ് ഒരു ദിവസം ലാഭിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് ഓടിയതിനേക്കാൾ 4 ലക്ഷം കിലോമീറ്റർ കൂടുതൽ ഓടുകയും 4 ലക്ഷം യാത്രക്കാരെ കൂടുതൽ വഹിക്കുകയും ചെയ്തു KSRTC. കഴിഞ്ഞ ഓടിയതിനേക്കാൾ 4 ലക്ഷം കിലോമീറ്റർ കുറവ്. 4.5 ലക്ഷം യാത്രക്കാർ കൂടുതൽ പോയി വണ്ടിയിൽ. അപ്പോൾ വണ്ടി അതുകൊണ്ടാണ് ഈ നേട്ടം വന്നത്. അത്രയും പൈസയുടെ നേട്ടം. വര ഓടിയിട്ട് മാത്രം കാര്യമില്ല, ചിലവ് കുറയ്ക്കണം. വെറുതെ വണ്ടി ഓടിക്കോളാൻ പറഞ്ഞാൽ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കും. പ്രൈവറ്റ് ബസ്സുകാരുടെ മത്സരിച്ച് ഓടുന്ന പരിപാടിയൊക്കെ നിർത്തി. അവർ തന്നെ നല്ല റൂട്ട് കണ്ടുപിടിക്കുന്നു, അവർ തന്നെ ഓടിക്കുന്നു. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. KSRTCക്കാർ പറയട്ടെ, അവർ തന്നെയാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഒരു വണ്ടി തൃശ്ശൂരേക്ക് ഓടിച്ചു, എറണാകുളത്തേക്ക് ഓടിച്ചു, നഷ്ടമായിരുന്നു. ഉടനെ പറഞ്ഞ് അവർ തൃശ്ശൂരേക്ക് വിടണം. അപ്പം തന്നെ അനുവാദം കൊടുക്കും. തൃശ്ശൂർ പോയപ്പോൾ ലാഭമായി. നിങ്ങൾ മനസ്സിലായി. ഓരോ വണ്ടി, ചില വണ്ടികളൊക്കെ ആ വണ്ടി പത്തനാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നൊരു വണ്ടിയുണ്ട്. ഒരു ദിവസം ടെക്നോ പാർക്ക് വഴിയാണ് പോകുന്നത്. 5600 രൂപയൊക്കെ ലാഭം പിടിക്കുന്നത്. അപ്പോൾ അത് നശിപ്പിക്കാൻ നമ്മൾ അവരുടെ കയറിയിട്ട് അവരത് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താനേ പാടില്ല. ചെറിയ കാര്യമല്ല. 93 ഡിപ്പോകളിൽ 73 ഡിപ്പോകൾ ലാഭത്തിലേക്ക് നഷ്ടമില്ലാത്ത അവസ്ഥയ്ക്ക് വന്നു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ചരിത്ര സംഭവമാണ്. 1300 വണ്ടി ഷെഡിൽ കിടപ്പുണ്ടായിരുന്നു ഞാൻ മന്ത്രിയായിട്ട് വരുന്നത്. ഇപ്പോൾ 500 താഴെയാണ്. അവർ പറയേണ്ട KSRTC ജീവനക്കാരുടെ ചോദിക്കും. 500 താഴെ വണ്ടിയാണ് ഷെഡിൽ കിടക്കുന്നത്. 427 കഴിഞ്ഞ ദിവസം. പണ്ടത്തെ പരിപാടി എങ്ങനെ? പ്രൈവറ്റ് ബസ്സുകാരൻ ഒരു വണ്ടി ഓടാം, ഗുരുവായൂരേക്ക് ഒരു വണ്ടി പോട്ടെ. അപ്പോൾ അതെങ്ങനെ പ്രൈവറ്റ് ബസ്സുകാരൻ അതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ കളക്ഷൻ നോക്കും. എന്നാൽ അവൻ്റെ തലയ്ക്ക് പോകാൻ തുടങ്ങി. അവസാനം ഈ രണ്ടുപേരുടെ മത്സരിച്ച് രണ്ടുപേരും തൊളിയും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ യൂണിയൻകാരും എല്ലാം കൂടെ ആലോചിച്ചിട്ട് അവർ ഒരു പുതിയ റൂട്ട് കൊണ്ടുവരും. ആരുടെയും തലയ്ക്കൽ ഓടാനൊന്നുമല്ല. ആ പുതിയ റൂട്ടിൽ നമ്മൾ ഓടുമ്പോൾ ഇപ്പോൾ ഓടിയതെല്ലാം ലാഭമാണ്. ഇല്ല പ്രൈവറ്റ് ബസ്സുകാരൻ ഇച്ചിരി പൈസ എന്നാൽ അവൻ്റെ തലയ്ക്ക് പോകാൻ തുടങ്ങി. പണ്ണം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാരൻ ഓടെയാണ്. കുന്നല അഴിമുക്കിൽ ഒരിക്കലും കുന്നല അഴിമുക്ക് റോഡിൽ ഒരിക്കലും വണ്ടി വന്നിട്ടില്ല. ഒരു വണ്ടി ഓടാൻ ഒരാൾ തയ്യാറായി വരുമ്പോൾ അയാൾ കൊടുക്കാൻ കാര്യം അയാൾ 2 ട്രിപ്പ് ഓടുന്നുണ്ട്. നമുക്കത് തന്നെ യാത്രാ ദുരിതം മാറി. ഒരു വണ്ടി ഇല്ലാത്തടത്ത് 2 വണ്ടി വന്നു. അവിടെ ഇനി മൂന്നാമതൊരു ചുവന്ന വണ്ടിയും കൂടെ ഇട്ട് കൊടുത്താൽ അയാൾ നശിക്കും, നമ്മൾ നശിക്കും.